മലയാളികൾ ഇപ്പം എൻ്റെ ജനറേഷൻ തൊട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കണ്ടു വളർന്നിട്ടുള്ള രണ്ട് പ്രതിഭകളാണ് മമ്മൂക്കയും ലാലേട്ടനും. അപ്പം അത് എൻ്റെ ലൈഫിൽ ഞാൻ സിനിമയിൽ നിന്നും അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് വരാനായിട്ടുള്ളൊരു കാരണം ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെ ഇവർ രണ്ടുപേരും തന്നെ ആവാം. ഞാൻ പറഞ്ഞോട്ടെ. അതിപ്പം ഉദയയുടെ സിനിമകളിൽ മമ്മൂക്കയും ലാലേട്ടനും അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ഏറ്റവും ആദ്യം ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ടുള്ള സിനിമയിൽ ലാലേട്ടനുണ്ട്. ഉദയ സ്റ്റുഡിയോയിൽ നടന്നിട്ട് ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മമ്മൂക്കയും ലാലേട്ടനും ഉണ്ടായിട്ടുണ്ട്. അപ്പം അറിഞ്ഞും അറിയാതെയൊക്കെ ഇവരുടെ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. ഇത് സിനിമയിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും. സിനിമയിൽ വന്നതിന് ശേഷം അത് കൂടുതൽ പ്രകടമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ രേവതി മാം പറഞ്ഞ പോലെ മമ്മൂക്ക എപ്പോഴും റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വേർഷൻസ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരികയാണ്, ചെയ്ത് നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കുകയാണ്. അപ്പോൾ അത് എന്നെപ്പോലുള്ള അല്ലെങ്കിൽ എനിക്ക് ശേഷം വന്നിട്ടുള്ളവരാണെങ്കിൽ എല്ലാവർക്കും ഒരു ഉത്തേജനമാണ്, അല്ലെങ്കിൽ അതൊരു പ്രോത്സാഹനമാണ്. നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. താങ്ക് യു. ഇവിടെ അടുത്തിരിക്കുന്നത് തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കൊണ്ട് വിചാരിച്ചിട്ടുമാണ്. രാവിലെ പറഞ്ഞു പഠിപ്പിച്ചായിരിക്കും. പ്രഥമ ശിഷ്യൻ ഇരിക്കുന്ന ശിഷ്യ. എനിക്ക് രാജുവേട്ടനോട് വേറെ കാര്യം ചോദിക്കുകയാണ്. അങ്ങനെയാ ക്യാമറ തെറ്റിയ പിന്നെ നമ്മൾ ഹരികൃഷ്ണൻസിൽ ആദ്യം എനിക്കത് കേൾക്കാറുണ്ട്. അതിന് മുമ്പ് ശരിക്കും ഞാൻ കേട്ടറിവിച്ചിട്ടുള്ളതാണ്. റോജ എന്നുള്ള സിനിമയിൽ അരവിന്ദ് സ്വാമി ചേട്ടന് പകരം രാജീവ് മേനോൻ ചേട്ടനെയാണ് സജസ്റ്റ് ചെയ്തത്. അരവിന്ദിന് ടെൻഷനായി. അപ്പം അന്ന് വേണ്ടെന്ന് വെച്ചിട്ട് ഹരികൃഷ്ണൻസിൽ വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ നല്ല രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് വീണ്ടും അതേ സെറ്റിൽ വന്നിട്ട് അഭിനയിക്കൊണ്ട് നമ്മൾ വേണമെന്നായി. അതെന്താ അങ്ങനെ? എന്താ എൻ്റെ കാരണം? അത് ഈ തമിഴിലൊരു ലൈനുണ്ട് വൈരമുത്തുവിടെ, വട്ടം ഒരു വട്ടത്തിൽ എവിടെയാ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ വന്ന് നിൽക്കണം. ലൂപ്പാണ്. ഇതൊന്നും മാറുന്നില്ല. ഐ തിങ്ക് earlier question about പുതിയ റോൾസ് മമ്മൂക്കയുടെ വരുന്നത്, ഐ തിങ്ക് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്ലസസ് ദാറ്റ് ഹസ് ഹാപ്പൻഡ് ഈ സിനിമയിൽ വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റം ഇസ് ദ ഡെത്ത് ഓഫ് ദ ലവ് സ്റ്റോറി. യെസ്, ഡെത്ത് ഓഫ് ദ ലവ് സ്റ്റോറി മീൻസ് ഇപ്പോൾ അവർക്ക് വേറെ സ്റ്റോറീസ് കണ്ടുപിടിക്കും. ആൻഡ് ദാറ്റ്സ് വൈ എല്ലാ സ്ഥലത്തും ഇനി സയൻസ് ഫിക്ഷൻ ഉണ്ടാവും, എല്ലാ ടൈപ്സ് ഓഫ് ഫിക്ഷൻ ഒരു ഡിഫോൾട്ട് മോഡായിരുന്നു പ്രേമം. ഐ തിങ്ക് ഓഡിയൻസിനും ഇപ്പം അത്രയും പ്രേമത്തിൻ്റെ വിശ്വാസവും ഇല്ല. ആൻഡ് ഇപ്പോൾ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ താല്പര്യമില്ല. അതുകൊണ്ട് ആ സമയമൊക്കെ വേറെ എന്തെല്ലാം കാര്യങ്ങളെന്നുള്ളത് പറയാനുള്ള കാര്യം ഡയറക്റ്റ് പറയാനല്ലോ. പാട്ടൊന്നും പാടി പറയേണ്ട. ഞാനൊക്കെ രക്ഷപ്പെട്ടു. അല്ല, ഈ സിനിമയിൽ എനിക്കൊരു പാട്ടുണ്ട് കേട്ടോ. റൊമാൻറ്റിക്സ് ആണ്. എവിടെ കറങ്ങി കിടക്കുമ്പോൾ പുറയുന്ന ആരോ പാടുന്നതാണ്. അങ്ങനെ പാടേണ്ട ചാക്കോച്ചൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് ഈ ചോക്ലേറ്റ് ഇമേജ് മാറാൻ വേണ്ടിട്ട്. അത് സൈക്കോ കില്ലർ ആവുന്നു, സ്ത്രീകളെ കൊല്ലുന്നു, കുടിയിൽ വീഴുന്നു, കള്ളനാവുന്നു, കുടിയനാവുന്നു, അങ്ങനെ പല എന്തൊക്കെ ചെയ്തിട്ടും അവസാനം കറങ്ങി തിരിഞ്ഞ് പിന്നെയും ചോക്ലേറ്റ് പോയി. പക്ഷെ ഇത് അതല്ല, ഇത് ഐറ്റം വേറെയാണ്. സിനിമ കാര്യം ലവ് സീനാണെങ്കിലും അത് പറയാൻ പറ്റാത്ത ഭയങ്കര രഹസ്യം അതിന്റെ പുറകെ സിനിമ കാണുമ്പോൾ ഇത്രയും ഫ്രീജറുകളുടെ ഇടയ്ക്ക് താങ്കൾ ഒറ്റയ്ക്കിരിക്കുന്നു. ഞാൻ വല്ലതും ചോദിച്ചോ? ഇല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ കാര്യം. ഏതാണ്ട് ആ ലൈനിലുള്ള പരിപാടിയാണ് എന്റർടൈൻമെന്റ്. ഞാൻ പറയട്ടെ ഒന്നാം തീയതി കാണട്ടെ ആൾക്കാർ. അപ്പൊ പിന്നെ മറ്റേ അവനെ ചോദിക്കരുത്. ഇല്ലേ, ഇപ്പം മഹേഷ് നാരായണൻ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ഇതിനു മുൻപ് ദർശനയുടെ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ക്യാരക്ടേഴ്സിനുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് മഹേഷ് നാരായണൻ സിനിമകളിൽ ഒരു വേഴ്സറ്റാലിറ്റി ഡിഫറെൻ്റ് ആണ്. ഹീസ് വെരി ഡയറക്റ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ കുറേ സെക്കൻഡ് ഗെസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ എന്നെ ആലോചിക്കുന്നപ്പോൾ അതൊന്നും ചെയ്യേണ്ടി വരാറില്ല. മഹേഷ് ഏട്ടൻ മോശമാണെങ്കിൽ മോശം നേരിട്ട് പറയും. അതെങ്ങനെയാണ് നമ്മൾ ഹൗ മെനി എവർ ടേക്സ് വി ഹാവ് ടു ടേക്ക്, നമ്മൾ എന്താ അച്ചീവ് ചെയ്യാൻ നോക്കുന്നത് അതിലേക്ക് എത്താൻ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വിത്ത് സീ യു സൂൺ ആയാലും കുറേ സംഭവിക്കുന്നുണ്ടെങ്കിലും ഫോർ മീ ഐ ഓൾവേസ് ബിൻ എന്താ ഫോക്കസ് ഈ കോർ ഓഫ് ഇമോഷൻസിൽ തന്നെയായിരുന്നു. ആൻഡ് മഹേഷേട്ടൻ്റെ ക്യാരക്ടേഴ്സിലൊക്കെ എനിക്ക് അത് കഥ വായിക്കുമ്പോൾ തന്നെ അത് ഒരു ഗ്രിപ്പ് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഹുക്ക് ഭയങ്കര എളുപ്പത്തിൽ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ ഇൻ ദിസ് ഫിലിം ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെയും ജസ്റ്റ് ഇത്രയും വലിയൊരു സ്റ്റോറി പറയുന്ന ഒരു
I'm glad that I got to be part of taking that story. രേവതി മാം ആക്ച്വലി ചാക്കോച്ചിന് നമ്മൾ മുന്നേ കുറച്ച് ഇപ്പോൾ ഒരു പടം ഇറങ്ങി ഒരു ദുരൂഹ സാഹചര്യത്തിലൊക്കെ ഇറങ്ങി പുള്ളിനെ കാണുമ്പോഴേക്കും നമുക്ക് പേട്രിയോട്ടിന്റെ വിശേഷങ്ങളാണ് കൂടുതൽ ആൾക്കാർക്കും ചോദിക്കാനുള്ളത്. അപ്പോൾ അതിൽ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഈ മൂവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, യു ഹാവ് ടു സീ ഇറ്റ്, യു ഹാവ് ടു ഫീൽ ഇറ്റ്, മേ ബി ദിസ് ഇസ് ഗോണ ബി ദ നെക്സ്റ്റ് ലാൻഡ്മാർക്ക് ഇൻ മലയാളം സിനിമ അല്ലെങ്കിൽ എൻറ്റയർ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോ മനുഷ്യരും നമ്മളോട് ഒരാളൊരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ അതിനോട് യെസ് പറയണമെങ്കിൽ അതിനൊരു ഉദ്ദേശം ഉണ്ടാവും അല്ലെങ്കിൽ അതിനൊരു റീസൺ ഉണ്ടാവും. ഈ ഒരു കഥ മാമിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പേട്രിയോട്ടിന് മാം യെസ് പറഞ്ഞതിൻ്റെ ആ ഒരു റീസൺ അതെന്താണ്? ഞാൻ മഹേഷിൻ്റെ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ ലൈക്ക് ഹിം ആസ് എ ഫിലിം മേക്കർ. ആൻഡ് എനിക്ക് അദ്ദേഹം ചെയ്ത എല്ലാ പടങ്ങളും ഇഷ്ടമാണ്. അപ്പോൾ ഈ പടം എൻ്റെ അടുത്ത് വന്നപ്പോൾ ആദ്യം ആക്ച്വലി ഞാൻ പറഞ്ഞു, മഹേഷ് എന്തിനാ ഞാൻ ഈ ക്യാരക്ടർ ചെയ്യേണ്ടത്, കുറച്ച് 3-4 ദിവസങ്ങളേ ഉള്ളൂ, എനിക്ക് കുറേ കൂടി ബെറ്റർ നല്ലൊരു വലിയ ക്യാരക്ടർ തന്നൂടെ എന്ന് ഞാൻ ചോദിച്ചതാണ് ആദ്യം. പിന്നെ അഫ്കോഴ്സ് ഞാൻ കഥ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി, എനിക്ക് കുറച്ചും കൂടി നല്ലൊരു വലിയ ക്യാരക്ടർ തരുന്നു. അപ്പോൾ പിന്നെ മഹേഷ് പറഞ്ഞു, അല്ല ഐ ഫീൽ ചേച്ചി ഇതിൽ ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ബട്ട് ഐ ന്യൂ അതിൽ വാട്ട് എവർ ലിറ്റിൽ ഇസ് ദെയർ. മഹേഷ് എനിക്ക് ഫ്രീഡം തന്നു ആ ക്യാരക്ടറിന് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാനായിട്ട്. സോ അതിൽ ഐ റിയലി എൻജോയ്ഡ്. നമുക്ക് പറഞ്ഞ പോലെ ഹീസ് വെരി ഷുവർ എന്താ വേണ്ടതെന്ന് മഹേഷിന് അറിയാം. അപ്പം നമുക്ക് അതങ്ങനെ കൊടുക്കാൻ ഭയങ്കര ഈസിയാണ്. ഒരു ഡയറക്ടറിന് എന്താ വേണ്ടതെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോവും. പക്ഷേ ഈ പറഞ്ഞ ഇറ്റ്സ് നോട്ട് എ ലിറ്റിൽ റോൾ, ഇറ്റ്സ് എ ലിറ്റിൽ ബിഗ് റോൾ. ബിഗ് റോൾ, ലിറ്റിൽ ബിഗ് റോൾ. അതാന്ന് വെച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ്. അതായത് മേ ബി ഇതിൻ്റെ ഒരു സ്റ്റാർട്ട് ഉള്ളത്, ഇതിൻ്റെ ട്രിഗർ, സിനിമയുടെ കഥയുടെ ട്രിഗർ ഈസ് ഇൻ ഡാൻസ്. നിങ്ങൾ വലിച്ചു വിടുന്ന ട്രിഗറിലാണ് സിനിമ. Fuse of the nuclear bomb. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളല്ലേ. സോ സച്ച് ഇമ്പോർട്ടൻ്റ് റോൾ. ആൻഡ് ഷീ ഈസ് ബീങ് മെൻഷൻഡ് സോ മെനി ടൈംസ്. ഞാനൊരു ലോങ് സോളിലോക്കി തന്നെ പോകുന്നു. അതൊന്നും കണ്ടിട്ടില്ല. ത്രൂ ഔട്ട് ഉണ്ട്. അപ്പോൾ അല്ലെ ഒരു ഫാക്ടർ ത്രൂ ഔട്ട് ഉണ്ട്. ഒരു ഡയലോഗ് ഞാൻ പറയാം, എന്താണെന്നൊന്നും പറയില്ല. അതവിടെ ഇരുന്നോട്ടെ, അതവിടെ ഉണ്ടെങ്കിൽ അവൻ്റെ കാവലുണ്ടാവും എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ആരാണ് അവർ? എന്താ ഒരു എക്സൈറ്റ്മെന്റ് കാണാം അല്ല, 1-ാം തീയതി കാണാം. അങ്ങനെ ഇപ്പൊ പറയാൻ പോയി, ഇപ്പൊ ആൾക്കാർ വിചാരിക്കൂലേ മുമ്പ് തന്നെ പറഞ്ഞതല്ലേ. പറഞ്ഞതാ. ഞാൻ പോടും. ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ, എന്ത് പറയാം എന്ത് പറയാൻ പാടില്ല എന്നൊക്കെ. എന്ന് വെച്ചാൽ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ, സിനിമ ആൾക്കാർ വരണ്ടേ, ഇങ്ങനെ അത് കൊടുത്തല്ലേ നിർത്താൻ പറ്റുള്ളൂ. എൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്. അപ്പൊ ഞാൻ നമുക്കിൻ്റെ അടുത്ത് ചോദിക്കാൻ പോവാണ്. അവരോട് ചോദിക്കും. അവരോട് എന്ത് ചോദിക്കാനാ, അവർക്ക് എല്ലാം അറിയുന്ന ഒരു ജനറേഷൻ അല്ലേ. നമുക്ക് ഐ മീൻ ആസ് എൻ ആക്ടർ, ബിക്കോസ് നമ്മളെല്ലാവരും എക്സ്പെരിമെൻറ്റ് ചെയ്ത് കുറേ വർഷങ്ങളുണ്ട്. ബട്ട് ഇപ്പോൾ നമുക്ക് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ഫിലിംസ് ഉണ്ടല്ലോ, ഐ ഫീൽ ദറ്റ് നിങ്ങൾ തന്നെ യു ആർ ഡിസ്കവറിങ് യുവർ സെൽഫ് ഇൻ ഡിഫറെൻറ്റ് റോൾസ്. ആൻഡ് ഭയങ്കര കറേജിയസ് ആയിട്ട് ചില ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് മേക്കിംഗ് യു ഡു ദാറ്റ്? ഐ എം എൻജോയിങ് ദിസ് ഫേസ് ഓഫ് യുവേഴ്സ്. അതിനൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പണ്ട് മുതലുള്ള ആഗ്രഹങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അന്ന് ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, അധികം ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ഒരു പടം കൂടെ വരണം. അപ്പോൾ പല പ്രൊഡ്യൂസർമാരും നിരുത്സാഹപ്പെടുത്തി, എന്നിട്ടും നമ്മൾ മൃഗേഹ പോലുള്ള സിനിമകളൊക്കെ ചെയ്തു, കുറേയേറെ അങ്ങനെ വന്നതൊക്കെ.